രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താനോ മറ്റോ സൂക്ഷിച്ച സ്റ്റീൽ ബോംബാണ് കൂടക്കുളത്ത് ചൊവ്വാഴ്ച 85-കാരന്റെ ജീവനെടുത്തത്. സ്ഫോടനം നടന്ന സ്ഥലം CPM-ന് മുൻതൂക്കമുള്ള പ്രദേശമാണ്. ഇവിടെയുള്ളവർ സമീപത്തെ മറ്റൊരു സ്ഥലത്തുള്ളവരുമായി 2 മാസം മുമ്പ് അക്രമം നടന്നിരുന്നു. 1998 ഏപ്രിൽ 18-ന് പാനൂർ കൂരാറയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി നാടോടി ബാലിക സൂര്യകാന്തിയുടെ ഇടത് കണ്ണും കൈപ്പത്തിയും തകർന്നു. പിതാവ് ഗോവിന്ദനും പരിക്കേറ്റു. ആക്രിപെറുക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കുമ്പോഴായിരുന്നു ആ പൊട്ടിത്തെറി. 1998 ഒക്ടോബർ 24-ന് വീണ്ടും ചമ്പക്കാട് അരയാക്കൂലിൽ സ്റ്റീൽ ബോംബ് സ്ഫോടനമുണ്ടായി. ചേതാവൂർ സ്കൂളിലെ 4 കുട്ടികൾക്കാണെന്ന് പരിക്കേറ്റത്. 1998 ഒക്ടോബർ 26-ന് തന്നെ പാനൂരിൽ വീണ്ടും ബോംബ് സ്ഫോടനം നടന്നു. തമിഴ് നാടോടി സംഘത്തിലെ 7 വയസ്സുകാരനായ അമാവാസിയുടെ കൈപ്പത്തി തകർന്ന് കണ്ണിനും പരിക്കേറ്റു. 1998 നവംബർ 21-ന് പാട്യം കോങ്ങാറ്റയിലെ സ്ഫോടനത്തിൽ മാടത്തുംകണ്ടി സുരേന്ദ്രന്റെ കാഴ്ചയാണ് നഷ്ടപ്പെട്ടത്. ജോലിക്കിടെ മൺവെട്ടി സ്റ്റീൽ ബോംബിൽ തട്ടുകയായിരുന്നു. 2007 മെയ് 10-ന് അരളത്തുമുണ്ടായി ബോംബ് സ്ഫോടനം. വളയംചാലിൽ കളിക്കുന്നതിനിടെ ബോംബ് പൊട്ടി 7 വയസ്സുകാരി അഞ്ജുവിനും 5 വയസ്സുകാരൻ വിഷ്ണുവിനുമാണ് പരിക്കേറ്റത്. 2012 ജൂലൈ 17 തൂവക്കുന്നിൽ മതിലിന് കുഴിയെടുക്കുമ്പോൾ ബോംബ് പൊട്ടി കന്യാകുമാരി സ്വദേശി ബാബുവിന്റെ കണ്ണുകൾക്ക് മുറിവേറ്റു. 2012 നവംബർ 22-ന് പാലയാട് നരിവയലിലുണ്ടായ സ്ഫോടനത്തിൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ശ്രീവർദ്ധ് പ്രദീപിനും പരിക്കേറ്റു. 2014 മാർച്ച് 24-ന് പാനൂരിലുണ്ടായ സ്ഫോടനത്തിൽ മധ്യപ്രദേശ് വിദിശയിലെ 7 വയസ്സുകാരൻ അഭിഷേകിന്റെ കൈപ്പത്തി തകർന്നു. 2016 സെപ്റ്റംബർ 16-നും ഏലങ്കോട് റോഡിൽ ബോംബ് പൊട്ടി 2 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഐസ്ക്രീം ബോളിൽ ചവിട്ടിയപ്പോഴാണ് സ്ഫോടനമുണ്ടായത്. 2019 ഏപ്രിൽ 3-ന് മട്ടന്നൂർ പരിയാരത്തുണ്ടായ സ്ഫോടനത്തിൽ വിദ്യാർത്ഥിക്ക് ബിജിലിന്റെ കണ്ണിന് പരിക്കേറ്റു. ക്രിക്കറ്റ് കളിക്കിടെ കിട്ടിയ സ്റ്റീൽ പാത്രം തുറന്നതായിരുന്നു അവൻ. കുട്ടികളടക്കം പലർക്കും ഇത്തരം സ്ഫോടനങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. മൃഗങ്ങളും ബോംബിനിരയായിട്ടുണ്ട്. എന്നാൽ ഇത്തരം കേസുകളിൽ ഒന്നിൽ പോലും ബോംബ് നിർമ്മിച്ചവരെയോ ഒളിപ്പിച്ചവരെയോ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനായിട്ടില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.